മരുഭൂമി ജീവിതയാത്രയതിൽ ഭാരങ്ങൾ ഏറിടുമ്പോ മരുഭൂമി ജീവിതയാത്രയതിൽ ഭാരങ്ങൾ ഏറിടുമ്പോൾ എന്റെ ദൈവം വിശ്വസ്തനല്ലോ, എന്റെ ദൈവം വിശ്വസ്തനല്ലോ. കൃപയാൽ എന്നെ വഴി നടത്തും, കൃപയാൽ എന്നെ വഴി നടത്തും. നീ എത്ര നല്ലവനാ, നീ എത്ര ഉന്നതനാ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹ സന്ദേശ പരിപാടികളിലൂടെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിക്കാം. അത് പ്രകാരമാണ് വായിക്കുന്നത്: അവൻ ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. അവൻ ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിസര ശുശ്രൂഷ കാലയളവിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ടതായ സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. കർത്താവ് ദാഹിച്ച് ശമരിയിൽ ഒരു കിണറിന്റെ അരികെ വന്നിരിക്കുകയും ഒരു സ്ത്രീ അവിടെ വെള്ളം കോരുവാനായിട്ട് കടന്നു വരികയും കർത്താവ് അവളോട് വെള്ളം കുടിപ്പാൻ ചോദിക്കുകയും അങ്ങനെ ആ ശമരിയ സ്ത്രീയുമായിട്ട് കർത്താവ് ചില സംഭാഷണങ്ങൾ നടത്തുന്നതും ഒടുവിൽ അവൾ കർത്താവിനെ മശികയായി അംഗീകരിക്കുന്നതുമായ സംഭവമാണ് 4-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. എന്നാൽ നാം വായിച്ചതായ വേദഭാഗത്ത് അവൻ ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് നാം വായിക്കുന്നു. കർത്താവിന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും യാത്രകളും പ്രസംഗങ്ങളും തന്റെ അത്ഭുതങ്ങളും എല്ലാം യാദൃശ്ചികമായി സംഭവിച്ചതല്ല. അതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതിനനുസരണമായിട്ട് നടന്ന കാര്യമാണ്. അങ്ങനെ ഇവിടെ ഇത് ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതും തന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്താണ് അതിന്റെ പ്രാധാന്യം, ശമരിയിൽ കൂടി കടന്നു പോകുക എന്നുള്ളത്? തുടർന്നുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല എന്നുള്ളത് നാം കാണുന്നു. പലസ്തീൻ നാടിനെ 3ആയിട്ട് വിഭജിക്കുമ്പോൾ നമുക്ക് നടുവിലെ ഭാഗമാണ് ഈ ശമരിയ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു യഹൂദൻ ഒരിക്കലും ശമരിയിലൂടെ കടന്നു പോകുകയില്ല. അവന് തെക്കേ രാജ്യമായ യഹൂദിയിൽ നിന്ന് ഗലീലയിലേക്ക് കടന്നു പോകണമെങ്കിൽ ശമരിയ കൂടാതെ യോർദാൻ കടന്നാണ് അവൻ കടന്നു പോകുന്നത്. കാരണം യഹൂദനും ശമര്യർക്കും തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ല. ഒരു ശമര്യ സ്ത്രീയുടെ കയ്യിൽ വെള്ളം വാങ്ങിക്കുക എന്നുള്ളത് യഹൂദിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. അത്രമാത്രം ജാതി വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ശമരിയിലൂടെ കടന്നു വന്നതിന്റെ പിൻപിൽ ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, ഇവർ തമ്മിലുള്ളതായിരിക്കുന്ന ശത്രുത നീക്കുവാൻ, ഒരു റിയൽ റിലേഷൻഷിപ്പ് കൊണ്ടുവരുവാനായിട്ടാണ്. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല എങ്കിൽ തന്നെയും ആ അതിർവരമ്പുകൾ, ആ വേർപാടിന്റെ അതിർവരമ്പുകൾ മാറ്റി അവരെ ഒരുമിപ്പിക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാനായിട്ട് കർത്താവ് ഈ ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ദൈവം മനുഷ്യവർഗത്തെ നോക്കുമ്പോൾ ദൈവത്തോട് ശത്രുക്കളാണ് മനുഷ്യർ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എന്നവിടെ വായിക്കുന്നത്. നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നു. എന്നാൽ കർത്താവ് ഈ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത് ദൈവത്തോടുള്ള ശത്രുത മാറ്റുവാൻ, ദൈവത്തോടുള്ള സഹിത്വം നമുക്ക് നൽകുവാൻ, ദൈവത്തിന്റെ മക്കളായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാനാണ് കർത്താവ് നമ്മുടെ ഈ ലോകത്തിലേക്ക് വന്നത്. കർത്താവിയുടെ ശമരിയിലേക്ക് വന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം ആ ശമരിയുമായിട്ടുള്ളതായിരിക്കുന്ന തൊട്ടുകൂടായ്മ, അവരുമായിട്ടുള്ളതായ ശത്രുതാ മനോഭാവം മാറ്റുവാൻ വേണ്ടിയാണ് എന്ന് കാണാനായിട്ട് കഴിയും. രണ്ടാമത്, ഈ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം നാം പരിശോധിക്കുമ്പോൾ കർത്താവ് അവളോട് പറയുന്നുണ്ട്, എനിക്ക് കുടിപ്പാൻ തരണം എന്ന് പറയുന്നു. ആ സംഭാഷണ മധ്യേ കർത്താവ് പറയുന്നത്, എന്റെ പക്കൽ ജീവനുള്ള വെള്ളമുണ്ട്, ഈ വെള്ളം കുടിക്കുന്നതിനൊക്കെയും പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ആ സ്ത്രീക്ക് ആശ്ചര്യമായി. അവൾ പറയുകയാണ്, ഈ കിണർ വളരെ ആഴമുള്ള കിണറാണ്, ഇത് പാരമ്പര്യമുള്ള കിണറാണ്, ഇതിൽ നിന്ന് അനേകം ആളുകൾ കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഈ വെള്ളം കുടിക്കുന്നതിനൊക്കെ പിന്നെയും ദാഹിക്കും.
മനുഷ്യന്റെ ആത്മദാഹം തീർക്കുവാൻ ഈ ലോകത്തിലെ യാതൊരു വെള്ളങ്ങൾക്കും കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളമാണ് ജീവന്റെ ജലം, അത് കുടിക്കുന്നതിന് ഒരു നാളും ദാഹിക്കുകയില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഇന്ന് മനുഷ്യൻ ദാഹം തീർക്കുവാൻ വേണ്ടി അനേക സ്ഥലങ്ങളിലേക്ക് ഓടുകയാണ്. തന്റെ ആത്മീയ ദാഹത്തിന് വരെ പരിഹാരത്തിന് വേണ്ടി അനേക സ്ഥലങ്ങളിലേക്ക് ഓടുകയാണ്. എന്നാൽ വീണ്ടും വീണ്ടും ദാഹം വർദ്ധിപ്പിച്ചവരായി വറ്റിവരേണ്ട നാവുമായിട്ട് അലയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ കർത്താവ് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പ്രിയമുള്ള കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ദാഹം തീരുക മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ നിന്ന് അനേക ജീവജല നദികൾ ഒഴുകുന്ന അനുഗ്രഹീതമായിരിക്കുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ടാമത് കർത്താവ് ശബരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നത് ദാഹം തീർക്കുവാൻ, ആ ശമര്യ സ്ത്രീയുടെ ദാഹം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും അവന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയുടെയും ദാഹം തീർക്കുവാനാണ് കർത്താവ് കടന്നു വന്നത്. 3, ആ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ അവളുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നുണ്ട്. അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. ശരിയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നോക്കുക, അവളുടെ യഥാർത്ഥമായ രഹസ്യ ജീവിതത്തെ കർത്താവ് അവളെ ബോധ്യപ്പെടുത്തുകയാണ്. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് പാപത്തെ ബോധ്യപ്പെടുത്തുവാനാണ്. മനുഷ്യൻ പാപിയാണെന്നും അവന് പാപത്തിന് ശിക്ഷയുണ്ട് എന്നുള്ളതും ആ പാപത്തിന് ശിക്ഷ പരിഹാരം കർത്താവിലുണ്ട് എന്നുള്ളതായ വസ്തുത വെളിപ്പെടുത്തുവാനാണ് യേശു ക്രിസ്തു ലോകത്തിൽ മനുഷ്യനായിട്ട് വന്നത്. ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഇന്ന് മനുഷ്യന് ബോധം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് വന്നതിന്റെ പുറകിലുള്ളതായ ലക്ഷ്യം മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെത്രേ വിളിപ്പാനായിട്ട് വന്നത്, ഞാൻ നല്ലവരെയല്ല ദുഷ്ടന്മാരെ രക്ഷിപ്പാനായിട്ടാണ് കർത്താവ് വന്നത്. കർത്താവ് വന്നത് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാനാണ്. അടുത്തതായിട്ട് നാം അധ്യായം നാം പഠിക്കുമ്പോൾ 20, 24 വാക്യങ്ങളിൽ കർത്താവ് അവള് ആരാധനയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. കർത്താവ് എന്താണ് ആരാധന എന്ന് അവളെ പഠിപ്പിക്കുകയാണ്. എവിടെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെ ആരാധിക്കണം, ആരെ ആരാധിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് കർത്താവ് അവളെ പഠിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്ക് ആരാധന എന്താണെന്ന് അറിയണം. അനേക ആരാധനകൾ ലോകത്ത് നടക്കുന്നുണ്ട്. ജീവനില്ലാത്തവരുടെ മുമ്പിൽ, കേൾപ്പാൻ കഴിയാത്ത വിഗ്രഹങ്ങളുടെ മുമ്പിലേക്കുള്ളതായിരിക്കുന്ന ആരാധനകൾ, ചത്താരാധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട പാപമോചനം പ്രാപിച്ച ദൈവജനം ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കാം. നാം ആരാധിക്കാനായിട്ട് ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഇല്ല. ദൈവജനം എവിടെ കൂടുന്നുവോ ആ ആരാധിക്കുന്ന വിധവും ആരാധിക്കുന്ന വ്യക്തിയുമാണ് പ്രാധാന്യമുള്ളത്. ദൈവത്തെ, ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്നുള്ളതായിരിക്കുന്ന വലിയ സത്യം അവളെ പഠിപ്പിച്ചു. ഒടുവിലായിട്ട് അവൾ പറയുകയാണ്, ഇവൻ തന്നെയാണ് മശിഹ, വരുവാനുള്ളതായിരിക്കുന്ന ക്രിസ്തു മശിഹ ഇവൻ തന്നെയാണ്. നമ്മുടെ യേശു ക്രിസ്തു ശമരിയിൽ കൂടെ കടന്നു വന്നതിന്റെ പിൻപിൽ തന്നെ താൻ മശിഹയാണ് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തുവാനാണ്. എന്ന് കർത്താവ് ലോകത്തിന് വെളിപ്പെടുത്തുന്നത് താനാണ് മശിഹ, താനാണ് ക്രിസ്തു, രക്ഷിതാവ് എന്നുള്ളതാണ്. ലോകത്തിൽ അനേക രക്ഷിതാക്കന്മാരില്ല. ആകാശത്തിന്റെ കീഴിൽ, ഭൂമിക്ക് മീതെ ആകാശത്തിന് കീഴിൽ യേശുക്രിസ്തുവിന്റെ നാമം ഒഴികെ വേറൊരു നാമവുമില്ല, മറ്റൊരു തെല്ലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, കർത്താവ് യേശുക്രിസ്തുവിന്റെ ഏകനാമം. പ്രിയ സ്നേഹിത, യേശു ഈ ലോകത്തിലേക്ക് വന്നത്, അന്ന് അക്ഷരീകമായി ശബരിയിലേക്ക് വന്നത് ആ സ്ത്രീയെ തേടി, ആ പട്ടണത്തിലുള്ള അനേകരെ തേടി അവർക്ക് ദാഹം തീർക്കുവാൻ, അവരുടെ ആത്മീയ ദാഹം തീർക്കുവാനാണ് കർത്താവ് വന്നത്. കർത്താവ് ഇന്ന് നിന്നെ തേടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ഈ സന്ദേശം കേൾക്കുന്നത്, അവന്റെ സ്നേഹത്തിന്റെ സന്ദേശം നിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് നിന്നെ രക്ഷിപ്പാൻ, നിന്നെ സ്നേഹിപ്പാൻ വേണ്ടിയാണ്. നീ അത് യാഥാർത്ഥ്യം മനസ്സിലാക്കുമോ? ഈ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെത്തുമോ? പാപക്ഷമ ലഭിപ്പാൻ, ആത്മീയ ദാഹം തീർക്കുവാൻ അവന്റെ അടുക്കിലേക്ക് കടന്നു വരിക. എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കിയില്ല, ഒരു നാളും ദാഹിക്കില്ല എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. പ്രിയ സ്നേഹിത, എന്തിന് ആത്മദാഹത്താൽ വലഞ്ഞ് നിരാശനായി കടന്നു പോകുന്നു? ഈ കർത്താവിന്റെ കീഴിൽ കടന്നു വന്ന് സൗജന്യമായി ഈ ജീവജലം വാങ്ങി കുടിച്ച് നിന്റെ ആത്മീയ ദാഹം തീർത്ത് സംതൃപ്തമായി മുന്നോട്ട് പോകുക. ദൈവം അതിനായിട്ട് നിന്നെ സഹായിക്കട്ടെ. അവന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.